വ്യക്തിത്വത്തിന്റെയും അവകാശങ്ങളുടെയും അടയാളമായി മാറിയ ആധാർ കാർഡുകൾ ഇനി പുതിയൊരു രൂപഭാവത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്തായി മാറിയ യൂണിറ്റഡ് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ സേവനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സാധാരണക്കാർക്ക് സുഗമമായി മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനുമായി ഉദയ് എന്ന പുതിയ ഔദ്യോഗിക ചിഹ്നത്തെ പുറത്തിറക്കിയിരിക്കുന്നു. ആധാർ സേവനങ്ങളെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനുമായി ഒരു സജീവ സഹായിയായിട്ടാണ് ഈ മാസ്കോട്ടിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതീവ പ്രാധാന്യമുള്ള ഒരു നേട്ടത്തിന് പിന്നിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് എന്നത് കേരളത്തിന് അഭിമാനകരമായ നിമിഷമായി മാറിയിരിക്കുകയാണ്. തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ് ഉദയ് എന്ന ഈ ഔദ്യോഗിക ചിഹ്നത്തിന് രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 875 പ്രഗത്ഭരായ മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് അരുൺ തയ്യാറാക്കിയ ഡിസൈൻ ഒന്നാം സ്ഥാനത്തെത്തിയത് എന്നത് ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. UIDAI ചെയർമാൻ നീലകണ്ഠൻ മിശ്രയാണ് ഈ പുതിയ മാറ്റത്തിന്റെ ഭാഗമായി ഉദയ് മാസ്കോട്ടിനെ ലോകത്തിനു മുമ്പിൽ അനാവരണം ചെയ്തത്. ആധാർ എന്നത് വെറും ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പൗരന്മാർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാലം കൂടിയാണ്. എന്നാൽ ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പല സങ്കീർണ പ്രക്രിയകളും ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് വലിയ കടമ്പയായി തുടരുന്നുണ്ട്. ആധാർ കാർഡ് എങ്ങനെ പുതുക്കണം, ബയോമെട്രിക് വിവരങ്ങൾ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, വെരിഫിക്കേഷൻ നടപടികൾ എങ്ങനെ പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അവ്യക്തത പരിഹരിക്കുക എന്നതാണ് ഉദയ് ലക്ഷ്യമിടുന്നത്. ആധാർ അപ്ഡേഷൻ മുതൽ അതിന്റെ സുരക്ഷിതമായ ഉപയോഗം വരെയുള്ള കാര്യങ്ങൾ ലളിതമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദയ് എന്ന ഈ മാസ്കോട്ട് ഒരു സുഹൃത്തിനെ പോലെ കൂടെയുണ്ടാകും. വിവര സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ചോരാതെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓരോ പൗരനെയും ബോധവൽക്കരിക്കുക എന്ന ദൗത്യം ഈ പുതിയ പദ്ധതിയുടെ ഭാഗമാണ്. ആധാർ വിവരങ്ങൾ എവിടെയൊക്കെ നൽകാം, എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നതിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉദയ് വഴി അധികൃതർ നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ മൈഗവ് പ്ലാറ്റ്ഫോമിലൂടെ സംഘടിപ്പിച്ച വിപുലമായ മത്സരത്തിലൂടെയാണ് ഈ മാസ്കോട്ടിനെയും അതിന്റെ പേരിനെയും തിരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഡിസൈൻമാരാണ് ഇതിന് പങ്കെടുത്തത്. അരുൺ ഗോകുൽ രൂപകൽപ്പന ചെയ്ത ഡിസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാസ്കോട്ടിന് അനുയോജ്യമായ പേര് നിർദ്ദേശിച്ച ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിനും പുരസ്കാരത്തിന് അർഹയായി. ആധാർ കാർഡിന്റെ വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ പുതിയ മാറ്റം സഹായിക്കുമെന്ന് UIDAI കരുതുന്നു. ഇന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മുതൽ റേഷൻ കാർഡ് വരെയും ചികിത്സാ സഹായങ്ങൾ മുതൽ സ്കോളർഷിപ്പുകൾ വഴിയും സകല കാര്യങ്ങൾക്കും ആധാർ അത്യാവശ്യമാണ്. 10 വർഷത്തിലൊരിക്കൽ ആധാർ വിവരങ്ങൾ നിർബന്ധമായി പുതുക്കണമെന്ന് സർക്കാർ നിബന്ധനയുണ്ട്. എന്നാൽ പലരും ഇത് കൃത്യസമയത്ത് ചെയ്യാൻ വിമുഖത കാട്ടാറുണ്ട്. ഇത്തരം മടിയും ആശങ്കയും ഒഴിവാക്കി ഓരോ വ്യക്തിയെയും ആധാർ സേവനങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഇനി ഉദയുടെ നേതൃത്വത്തിൽ നടക്കും. ആധാർ വെരിഫിക്കേഷൻ എന്ന പ്രക്രിയ സുരക്ഷയുടെ ഏറ്റവും വലിയ കോട്ടയാണ്. വ്യാജരേഖകൾ വെച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നത് തടയാൻ ആധാർ അധിഷ്ഠിത സേവനങ്ങൾ സഹായിക്കുന്നുണ്ട്. പുതിയ മാസ്കോട്ട് വരുന്നതോടെ സാധാരണക്കാർക്ക് ഓൺലൈൻ പോർട്ടലുകൾ വഴിയും മൊബൈൽ ആപ്പുകൾ വഴിയും സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എളുപ്പമാകും. ഓരോ പ്രായപരിധിയിലുള്ളവർക്കും ആധാർ എടുക്കേണ്ട രീതികൾ വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞവർക്ക് പോലും സഹായകരമാകുന്ന വിധത്തിൽ വിവരങ്ങൾ കൈമാറാനുമാണ് ഉദയ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ വില്ലേജ് ഓഫീസുകൾ മുതൽ വലിയ കോർപ്പറേറ്റുകൾ വരെ ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പുതിയ ലോഗോയും മാസ്കോട്ടും വരുന്നതോടെ ഈ സംവിധാനം കൂടുതൽ ആധുനികമാവുകയാണ്. മലയാളിയായ അരുൺ ഗോകുലിന്റെ ഈ നേട്ടം കേരളത്തിന്റെ കലാപരമായ മികവിനുള്ള അംഗീകാരം കൂടിയാണ്. ലളിതമായ വരകളിലൂടെയും നിറങ്ങളിലൂടെയും ആധാറിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ അരുണിന് സാധിച്ചു. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിശ്വസിക്കാവുന്ന ഒരു മുഖമായി ഉദയ് മാറുമെന്നായിരുന്നു ഡിസൈനറുടെ ലക്ഷ്യം. അത് പൂർണ്ണമായും വിജയിച്ചുവെന്നാണ് UIDAIയുടെ വിലയിരുത്തൽ. ഗ്രാമീണ മേഖലകളിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. OTP പങ്കുവെക്കുന്നതിലൂടെയും വ്യാജ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയും ആധാർ വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറിയാണ്. ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടികളിൽ ഇനി ഉദയ് ഒരു പ്രധാന പങ്ക് വഹിക്കും. വിവരങ്ങൾ എവിടെ പങ്കിടണം, എവിടെ പങ്കിടരുത് എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗരേഖകൾ പുതിയ മാസ്കോട്ട് മുഖേന പ്രചരിപ്പിക്കും. ഭാരതീയരുടെയും സാങ്കേതിക വിദ്യയുടെയും സമന്വയിപ്പിച്ചാണ് ഉദയയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു ചിത്രം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഡിജിറ്റൽ വിപ്ലവത്തിന്റെ അടയാളമാണ്.
ഓരോ പൗരനും ആധാർ കാർഡ് കൈവശം വെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതും. ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ, വെർച്വൽ ID ഉപയോഗിക്കുന്ന രീതി എന്നിവയെല്ലാം സാധാരണക്കാരിലേക്ക് ലളിതമായി എത്തിക്കാൻ UIDAI ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. ഉദയ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ആധാർ സേവനങ്ങളിൽ ഒരു പുതിയ ഉദയമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ടെലിവിഷൻ പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും പോസ്റ്ററുകളിലും ഉദയ് നിറഞ്ഞു നിൽക്കും. ആധാർ കാർഡിനെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ സുതാര്യമായ ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് രാജ്യം ചുവടുവെക്കുന്നത്. ഈ വിപ്ലവകരമായ മാറ്റത്തിന് ഒരു മലയാളിയുടെ കരവിരുത് കൂടി ചേരുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനത്തിന് വക നൽകുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഈ പുതിയ മുഖം രാജ്യത്തെ ഓരോ ജനതയുടെയും ജീവിതം കൂടുതൽ സുഗമമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.